So next hour, we are going to study about a theorem. This is an important theorem. Several times in the university they ask this question. So ഞാൻ ഈ പറയുന്ന മോഡ്യൂളിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള തിയറംസ് മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ബിക്കോസ് ലോട്ട്സ് ഓഫ് തിയറംസ് ആർ ദെയർ. നിങ്ങളത് റിമെമ്പർ ചെയ്യത്തില്ല, നിങ്ങൾ മറന്നുപോകും, ഡെഫിനറ്റ്ലി മറന്നുപോകും. സോ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ മാത്രം അത്തരത്തിലുള്ള ഞാൻ പെൻഡിങ് വിട്ടിരിക്കുന്ന തിയറംസിന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള തിയറംസ് മാത്രം വെച്ചിട്ടായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. ഈ മോഡ്യൂളിൻ്റെ ലാസ്റ്റ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഇതുവരെ യൂണിവേഴ്സിറ്റി ചോദിച്ച് കണ്ടിട്ടില്ലാത്ത തിയറംസ് പക്ഷെ നമുക്ക് പഠിക്കാനുള്ളതുമായിട്ടുള്ള തിയറംസ് പറഞ്ഞു തരാം. Okay, anyways, this theorem is an important one, that is ring sum of any two cut sets. That means you are familiar with the word ring sum and the cut set. So ring sum of any two cut sets in a graph is either a cut set or an edge disjoint union of cut sets. That means from a graph we have to find out the two cut sets and perform the ring sum operation. At that time we will get another cut set or an edge disjoint union of cut sets. Okay, അപ്പോൾ നമുക്ക് അത് പ്രൂവ് ചെയ്യാവുന്ന. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ we have to consider first we can go for the example and then we can go for the proof. Okay, അപ്പോൾ ഞാൻ എടുക്കുവാണ്. One, two, three, four, five. A, B, C, D, E, F. Okay. So first I need to find out two cut set. Okay, let's consider the first cut set S1. നമുക്ക് S1 എന്ന് പറയുന്ന ഒരു കട്ട് സെറ്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ S1 എന്ന് പറയുന്ന കട്ട് സെറ്റ് എന്ന് പറയുമ്പം എൻ്റെ ഈ പറയുന്ന കണക്റ്റഡ് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവണം. നമുക്ക് ഞാൻ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് S1 ആണെന്നിരിക്കട്ടെ, ഇതാണ് S1 കട്ട് സെറ്റ്. ഇതിനെ കട്ട് ചെയ്ത് ഞാൻ മാറ്റുമ്പോൾ 2 എന്ന് പറയുന്ന വേർട്ടെക്സ് സെപ്പറേറ്റ് ആകും, ബാക്കി 1, 4, 3, 5 എന്ന് പറയുന്ന വേർട്ടെക്സ് സെപ്പറേറ്റ് ആകും. അതായത് രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ട് കിടക്കുന്ന വേർട്ടെക്സ് സെറ്റിനെ എനിക്ക് കിട്ടും. ഓക്കെ, കംപ്ലീറ്റ് വേർട്ടെക്സ് ആയ വി എന്ന് പറയുന്ന സെറ്റിനെ ഐ വിൽ പാർട്ടീഷൻ ദി വേർട്ടെക്സ് സെറ്റ് ഇൻ ടു 2 ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ഡിസ്ജോയിൻറ്റ് വൺ. ദാറ്റ് മീൻസ് ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ, അതായത് ഒരു സെറ്റിനെ രണ്ടായിട്ട് ഞാൻ പാർട്ടീഷൻ ചെയ്തെങ്കിൽ ഈ പറയുന്ന, അതായത് ഈ സൈഡിൽ കിടക്കുന്ന ഒരു വേർട്ടെക്സും ഇവിടെ ഈ പറയുന്ന ഭാഗത്ത് റിപ്പീറ്റ് ആകുന്നില്ല, ഈ ഭാഗത്ത് കിടക്കുന്ന ഒരു വേർട്ടെക്സും ഈ ഭാഗത്തും റിപ്പീറ്റ് ആകുന്നില്ല. അങ്ങനെയുള്ളത് ഡിസ്ജോയിൻ്റ് എന്ന് വിളിക്കും നമ്മൾ. ഓക്കെ, So I first consider the cut set S1. So S1ൽ നിന്നും, so what is the cut set? A, B എന്ന് പറയുന്ന എഡ്ജിനെയാണ് ഞാൻ കട്ട് ചെയ്തത്. ഓക്കെ, കട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ആൻ AB എന്ന് പറയുന്ന ഫസ്റ്റ് കട്ട് സെറ്റിനെ കൺസിഡർ ചെയ്തു. While I am considering this subset S1, I can partition. That means through this cut set I partition my vertex set into two different subsets. ഇല്ലേ, B എന്ന് പറയുന്ന വേർട്ടെക്സ് സെറ്റിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് V1ഉം സെക്കൻഡ് വൺ ഇസ് V2. ടെൽ മീ വിച്ച് ഇസ് എ V1. ഈ പറയുന്ന വേർട്ടെക്സ്, ഈ പറയുന്ന കട്ട് സെറ്റ് മാറ്റിയപ്പോൾ എൻ്റെ ഒരു വേർട്ടെക്സ്, ഒരു ഭാഗം ഇവിടെയും ബാക്കി എല്ലാ വേർട്ടെക്സും ഇതിൻ്റെ താഴെയാണ് കിടക്കുന്നത്. സോ V1 എന്ന് പറയുന്നത് എന്താണ്, 2 എന്ന് പറയുന്ന വേർട്ടെക്സ് മാത്രം. വേറെ ആരെങ്കിലും ഈ കട്ട് സെറ്റിൻ്റെ മുകളിലുണ്ടോ? ഇല്ല. സോ ഓൺലി 2. And the second V2 is 1, 4, 3, 5, right? 1, 4, 3, 5. Okay. And the next one is, so first I consider the first cut set and then I am going to consider second cut set, that is S2. Let it be, ശ്രദ്ധിച്ചിരിക്കുക, S2 എന്ന് പറയുന്ന കട്ട് സെറ്റ്. നോക്ക്,
എ എന്ന് പറയുന്ന എഡ്ജ്, ഇ എന്ന് പറയുന്ന എഡ്ജ്, ഡി എന്ന് പറയുന്ന എഡ്ജിനെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്ന വേർട്ടെക്സ് ഒറ്റയ്ക്കാകും, ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ചാകും. ഓക്കെ, അപ്പോൾ നോക്ക്, S2 എന്ന് പറയുന്ന കട്ട് സെറ്റ് ഏതാണ്? എ ഇ ഡി, ഇതിനെയാണ് ഞാൻ കട്ട് ചെയ്തത്. സോ എ ഇ ഡി ഈസ് ദ കട്ട് സെറ്റ്. Again this cut set partition our vertex set into 2. That means ഞാൻ വേറെ നെയിം ചെയ്യുവാണ്. V3 എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് സെറ്റും ഗ്രൂപ്പും V4 എന്ന് പറയുന്ന വേറൊന്നും. ഒന്ന് നിങ്ങൾ തന്നെ നോക്കിക്കേ, V3 എന്തായിരിക്കും? അതായത് ഈ പറയുന്ന കട്ട് സെറ്റിന് താഴെ വരുന്നത് 1 എന്ന് പറയുന്ന ഒരൊറ്റ വേർട്ടെക്സ് മാത്രമേ ഉള്ളൂ. ബാക്കി നോക്കിക്കേ, 2 3 4 5 എന്ന് പറയുന്നത് ഈ കട്ട് സെറ്റിൻ്റെ മുകളിൽ കിടക്കുവാണ്. റെഡ് ആണ് നോക്കേണ്ടത്. സോ 2 3 4 5 ഇത് വേറൊരു വേർട്ടെക്സ് പാർട്ടീഷൻ നമുക്ക് കിട്ടി. Listen carefully. What you have to do next is we have to find out V5 and V6. ഇതിൽ നിന്ന് എനിക്ക് V5 V6 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? റിംഗ് സം ഓഫ് എനി 2 കട്ട് സെറ്റ്സ് ഇൻ എ ഗ്രാഫ് ഈസ് എയ്തർ എ കട്ട് സെറ്റ്. ദാറ്റ് മീൻസ് എനിക്ക് ഇതിൻ്റെ റിംഗ് സം കണ്ടുപിടിക്കണം. നമുക്ക് റിംഗ് സം കാണാം. അതിന് മുന്നേ ആയിട്ട് ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി വേർട്ടെക്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർട്ടെക്സ് കണ്ടുപിടിക്കണം. നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. V5 ഈസ് ഈക്വൽ ടു എന്താണെന്ന് വെച്ചാൽ V1 ഇൻ്റർസെക്ഷൻ V4 യൂണിയൻ V2 ഇൻ്റർസെക്ഷൻ V3 ചെയ്യണം. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? V1 യൂണിയൻ V4 ഇൻ്റർസെക്ഷൻ V1 ഇൻ്റർസെക്ഷൻ V4 യൂണിയൻ V2 ഇൻ്റർസെക്ഷൻ V3. ഓക്കെ, സോൾവ് ചെയ്യാം. V1 ഇൻ്റർസെക്ഷൻ V4, V1ഉം V4ഉം ഇൻ്റർസെക്ഷൻ നടത്തുമ്പോൾ ആരെയാണ് കിട്ടുന്നത്? V1ഉം V4ഉം ഇൻ്റർസെക്ഷൻ നടത്തുമ്പോൾ ആരെ കിട്ടും? 2നെ കിട്ടും. സോ 2 യൂണിയൻ V2 ഇൻ്റർസെക്ഷൻ V3 ആരെ കിട്ടും? 1 എന്ന് പറയുന്ന വേർട്ടെക്സിന് കിട്ടും. ദാറ്റ് മീൻസ് V5 is 1, 2. നെക്സ്റ്റ് മൈ job is to find out the vertex V6. Okay, V6 is in the similar manner we are going for an equation, that is V1 intersection V3 union V2 intersection V4. Okay, find out V1 intersection V3 is null, nothing is there, right? So it's a null set. Union V2 intersection V4 is V2 intersection V4, 2 is not there, 3 is there, 4 is there, and 5 is there. Okay, so what is V6? V6 is nothing but 3 4 5. Okay, so we find out V5 and V6. Next one is we have to find out the ring sum of 2 cut set. That means what is ring sum? The ring sums, let it be. Before that, I will tell you. Let S3 be another cut set. Okay, S3 എന്ന് പറയുന്നത് അടുത്ത കട്ട് സെറ്റ് ആണെന്ന് ഇരിക്കട്ടെ. And S3, I don't know which are the edges that I am using in this cut set. എനിക്കറിയില്ല. Okay, but I know that there are 2 vertex partitions are there, 1 2 and 3 4 5. Okay, so നമ്മളിവിടെ ചെയ്തത് മാതിരി S1 എന്ന് പറയുന്ന കട്ട് സെറ്റ് എടുത്തപ്പോൾ 2 പാർട്ടീഷൻസ് കിട്ടിയില്ലേ വേർട്ടെക്സിൻ്റെ, അതേമാതിരി. ബട്ട് ഐ ഡോണ്ട് നോ വിച്ച് ആർ ദി എഡ്ജസ്, ബൈ ഐ നോ V5 and V6 are the partitions of the vertex. Okay, we know V5 is 1, 2 and we know this one is 3 4 5. ഇവിടെ നിന്ന് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്തൂടെ? ദാറ്റ് മീൻസ് 1 2 എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്രാഫിൽ പാർട്ടീഷൻ ചെയ്തിരിക്കണം. അതായത് 1 2. ഓക്കെ, 1 2 മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണ്ടേ? നോക്ക്, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 2 വരും, ബാക്കി വരുന്ന വേർട്ടെക്സ് സെറ്റ് 4 3 5 ആണ്. അത് എന്നലേക്ക് കിടക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് V5ഉം കിട്ടും, ബാക്കി വരുന്നത് 4 3 5 എന്ന് പറഞ്ഞാൽ അടുത്തതും കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ
എനിക്ക് ഏതായിരിക്കും ഇവിടെ കട്ട് സെറ്റ് കിട്ടുന്നത്? ഡെഫിനറ്റ്ലി എൻ്റെ കട്ട് സെറ്റ് ഏതായിരിക്കും കിട്ടുന്നത്? ഇതായിരിക്കും. അപ്പോൾ ആരൊക്കെയായിരിക്കും ആ എഡ്ജിൽ കട്ടാവുന്നത്? ആ എഡ്ജിൽ വരുന്ന ആൾക്കാർ VS3, അതായത് കട്ട് സെറ്റിൽ വരുന്ന ആൾക്കാർ BED. ഇതിനെ കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് 2 പാർട്ടീഷൻസ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ S3 റിംഗ് സം ചെയ്താൽ കിട്ടുമെന്ന്. S3 ഈസ് ഈക്വൽ ടു, നമ്മുടെ പ്രൂഫ് അനുസരിച്ച് S3 ഈക്വൽ ടു S1 റിംഗ് സം S2 ചെയ്ത് നോക്കിയാൽ കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് റിംഗ് സം? അതായത് E1 എഡ്ജസ് ആണ് നോക്കുന്നത്. E1 യൂണിയൻ E2 മൈനസ് E1 ഇൻ്റർസെക്ഷൻ E2. ഇങ്ങനെയല്ലേ നമ്മൾ റിംഗ് സം എന്ന് പറയുന്ന സംഭവം? റിംഗ് സംത്തിൻ്റെ ഇക്വേഷൻ ഇതാണ്. സോ നമുക്ക് നോക്കാം S1-നുള്ള എഡ്ജസ് എന്താണെന്ന് നോക്കാം. S1-ൻ്റെ എഡ്ജസ് ഏതൊക്കെയാണ്? A, B. റിംഗ് സം S2-നുള്ളത് A, E, D. ഓക്കെ, വാട്ട് ഈസ് ദ ഇക്വേഷൻ? നമ്മൾ റിംഗ് സം ചെയ്യുമ്പോൾ E1 യൂണിയൻ E2 ചെയ്യുക. ഇത് E1-ഉം ഇത് E2 ആയിട്ട് എടുക്കുക. ഇത് E1-ഉം ഇത് E2 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ E1 യൂണിയൻ E2 ചെയ്യുമ്പോൾ ഏതാണ് കിട്ടുന്നത്? എല്ലാം കിട്ടുമല്ലോ. A, B, E, D മൈനസ് എന്ത് ചെയ്യണം? E1 ഇൻ്റർസെക്ഷൻ E2. E1 ഇൻ്റർസെക്ഷൻ E2 ചെയ്യുമ്പോൾ ആരെ കിട്ടും? എനെ കിട്ടും. മൈനസ് ചെയ്ത് കളയുമ്പോൾ ആരെ കിട്ടും ഇവിടെ? BED. ഇത് തന്നെയാണോ നമ്മുടെ ഇയാൾ S3? ഇപ്പോൾ കിട്ടിയോ? ഓക്കെ, അപ്പോൾ റിംഗ് സം ചെയ്ത് 2 കട്ട് സെറ്റുകളെ റിംഗ് സം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൂന്നാമതൊരു കട്ട് സെറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ത്രൂ ദിസ് തിയറം ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. ഇത്രയും മനസ്സിലായെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രോബ്ലം കംപ്ലീറ്റ്, ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായാൽ മാത്രമേ നമുക്ക് തിയറം പ്രൂഫ് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രൂഫ് നോക്കാം. ലെറ്റ് S1 ആൻഡ് S2 ബി ദ 2 കട്ട് സെറ്റ്സ്. ഓക്കെ, 2 കട്ട് സെറ്റാണ് തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്തു, നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു ഇല്ലേ? നമ്മൾ ഫസ്റ്റ് അതാണ് ചെയ്തത്. S1-ഉം S2-ഉം എടുത്തു. V1 ആൻഡ് V2 ബി ദി പാർട്ടീഷനിങ് ഓഫ് ദ വെർട്ടെക്സ് സെറ്റ് V ഓഫ് G കറസ്പോണ്ടിങ് ടു S1. S1 എന്ന് പറയുന്ന കട്ട് സെറ്റിൽ നിന്നും ഞാൻ V എന്ന് പറയുന്ന എൻ്റെ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ വെർട്ടെക്സ് സെറ്റിനെ 2 പാർട്ടീഷൻസ് ആക്കി. ദാറ്റ് മീൻസ് V1 ആൻഡ് V2. ഇതെന്ന് പറയുന്നത് യുണീക്കാണ്, ഡിസ്ജോയിൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഈ അതിനകത്ത് കിടക്കുന്ന വെർട്ടെക്സ് V2-ൽ റിപ്പീറ്റ് ആകുന്നുണ്ടോ? ഇല്ല. V2-ൽ കിടക്കുന്ന ആള് മുകളിൽ V1-ൽ റിപ്പീറ്റ് ആകുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിസ്ജോയിൻ്റ് ആണ്. V3 ആൻഡ് V4 ബി ദ പാർട്ടീഷനിങ് കറസ്പോണ്ടിങ് ടു S2-ന് വേണ്ടി നമ്മൾ ചെയ്തത്. നെക്സ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ V1 യൂണിയൻ V2 ചെയ്യണം. V1 യൂണിയൻ ഡിസ്ജോയിൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. V1 യൂണിയൻ V2 ചെയ്തപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള V എന്ന് പറയുന്ന വെർട്ടെക്സ് സെറ്റിനെ കിട്ടും. ദാറ്റ് മീൻസ് V1 യൂണിയൻ V2 ചെയ്യുമ്പോൾ 1 2 3 4 5 കിട്ടി. ദാറ്റ് മീൻസ് ഇത് ഡിസ്ജോയിൻ്റ് ആണെന്ന് അർത്ഥം. അതായത് V1 ഇൻ്റർസെക്ഷൻ V2 ചെയ്യുമ്പോൾ അതിനാൽ സെറ്റാണ്. ഓക്കെ, V1 യൂണിയൻ V2 ചെയ്യുമ്പോൾ എൻ്റെ Vയും കിട്ടുന്നുണ്ട്. ബട്ട് V1 ഇൻ്റർസെക്ഷൻ V2 ചെയ്യുമ്പോൾ എന്താണ്? നള്ളാണ് കിട്ടുന്നത്. 5. അടുത്തത് V3 യൂണിയൻ V4 ചെയ്യുമ്പോഴും കംപ്ലീറ്റ് ആയിട്ടുള്ള എനിക്ക് വെർട്ടെക്സ് സെറ്റിനെ കിട്ടുന്നുണ്ട്. ബട്ട് V3 ഇൻ്റർസെക്ഷൻ V4 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 5 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു സബ്സെറ്റ് എടുക്കുവാണ്. ലെറ്റ് ദ സബ്സെറ്റ് ഇത് വെച്ചിട്ട് നമ്മൾ വേറൊരു വെർട്ടെക്സ് പാർട്ടീഷനിങ് നടക്കുവാണ്. V5-ഉം V6-ഉം കണ്ടുപിടിക്കുന്നു യൂസിങ് ദിസ് ഇക്വേഷൻ. Okay, that means we let the subset V1 intersection V4 union V2 intersection V3 is equal to V5 and V1 intersection V3 union V2 intersection V4 equal to V6. The ring sum of 2 cut sets S1 ring sum S2 can be seen to consist only of edges that join vertices in V5 to those in V6. അതായത് V6-ലെയും V5-ലെയും എഡ്ജസ് മാത്രം വരുന്ന 2 കട്ട് സെറ്റ്, അതായത് ഈ പറയുന്ന S1 റിംഗ് സം S2 ചെയ്തപ്പോൾ എനിക്ക് എന്താണ് കിട്ടിയത്? ഒരു കട്ട് സെറ്റ് കിട്ടി. ആ കട്ട് സെറ്റ് കറക്റ്റായിട്ട് എൻ്റെ വെർട്ടെക്സ് സെറ്റിനെ 2 ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. അതാണ് എനിക്ക് V5-ഉം V6-ഉം ആയിട്ട് കിട്ടുന്നത്.
Thus the set of edges S1 ring sum S2 produces a partitioning of V into V5 and V6. അതായത് S1 S2 റിംഗ് സം ചെയ്തപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ വേർട്ടെക്സ് സെറ്റായ വിനെ V5ഉം V6 ആയിട്ട് എനിക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റി. ഇൻ സച്ച് എ വേ ദാറ്റ് V5 യൂണിയൻ V6 ചെയ്യുമ്പോൾ എനിക്ക് വിയും കിട്ടും, V5 ഇൻ്റർസെക്ഷൻ V6 ചെയ്യുമ്പോൾ എനിക്ക് ഫൈവും കിട്ടും. ദാറ്റ് മീൻസ് V5 ഇത് V6 ചെയ്ത് V5 യൂണിയൻ V6 ചെയ്തപ്പോൾ 1 2 3 4 5 എന്നും കിട്ടി. അതായത് കംപ്ലീറ്റ് വേർട്ടെക്സ് സെറ്റിനെ കിട്ടി. അടുത്ത V5 ഇൻ്റർസെക്ഷൻ V6 ചെയ്തപ്പോൾ 5 കിട്ടി. ഓക്കെ, ഇനി എഡ്ജ് ബിഗിനിങ് ടു ദിസ് റിംഗ് സം S1 റിംഗ് സം S2 ആർ only ഫ്രം V5 to V6 അല്ലേ? അതായത് S1 റിംഗ് സം S2 ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് എഡ്ജസ് കിട്ടും. ആ എഡ്ജസ് എന്ന് പറയുന്നത് V5ൽ നിന്നും V6ലേക്കുള്ളതും, അതായത് എഡ്ജസ് ബിറ്റ്വീൻ V5 ആൻഡ് V6 ആൻഡ് V6 ആൻഡ് V5 അതിൽ തമ്മിലുള്ള എഡ്ജസുകളായിരിക്കും. V5ൽ നിന്ന് കിടക്കുന്നതും V6ൽ നിന്ന് കിടക്കുന്നതും തമ്മിലുള്ള എഡ്ജസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, റിമൂവൽ ഓഫ് S1 റിംഗ് സം S2 ഡിസ്കണക്ട്സ് G. അതായത് ഈ ഒരു കട്ട് സെറ്റിനെ ഞാൻ എഴുതിയിട്ട് റിമൂവൽ ഓഫ്, അതായത് ഈ കട്ട് സെറ്റിനെ ഞാൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ G ഒറിജിനൽ ഗ്രാഫായ G എന്താകുന്നുണ്ട്? 2 സെറ്റായി മാറുന്നുണ്ട്. ഓക്കെ, 2 കമ്പോണൻസുകളാക്കി മാറുന്നുണ്ട്, ഡിസ്കണക്റ്റ് ആകുന്നുണ്ട്. ദാറ്റ് മീൻസ് V5ഉം V6ഉം ആണ് ഓരോ കമ്പോണൻസിനകത്ത് കിടക്കുന്ന വേർട്ടെക്സ് സെറ്റുകൾ, V5ഉം V6, സച്ച് ദാറ്റ് V5 യൂണിയൻ V6 ഈക്വൽ ടു V ആൻഡ് V5 ഇൻ്റർസെക്ഷൻ V ഈക്വൽ ടു 5. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൂഫ്. Okay, I hope you got the point. If you have any doubt, message me personally. Okay.